ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ നോമ്പാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ്. അവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പദം ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസം. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ മാസം, ആ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസം എന്നുള്ള വിശേഷണം വളരെ ഗൗരവമുള്ള വിശേഷണമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് നാം അതിൻ്റെതായ പവിത്രതയും പ്രത്യേകതകളും കൽപ്പിക്കുകയും ഹറാമുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്നൊക്കെ നാം ഈ മാസത്തിൽ പ്രത്യേകിച്ചും വിട്ടുനിൽക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്.